ക്യാമിയോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? അതായത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിൽ വേറൊരു സൂപ്പർ സ്റ്റാർ വരുന്നു. ഇപ്പോൾ വിക്രം സിനിമയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൽഹാസന്റെ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് സാക്ഷാൽ സൂര്യ തന്നെയാണ്. നമുക്കും വേണ്ടടാ ഒരു യൂണിവേഴ്സ് എന്നൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. തമിഴ് സിനിമയിലും കന്നഡ സിനിമയിലും ഹിന്ദി സിനിമയിലൊക്കെ സൂപ്പർ സ്റ്റാർസിന്റെ പടത്തിൽ വേറെ സൂപ്പർ സ്റ്റാർ ക്യാമിയോ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിൽ മാത്രം ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ വേറെ സൂപ്പർ സ്റ്റാർ ക്യാമിയോ ആയിട്ട് വരുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് എല്ലാവർക്കും. എന്നാൽ ആ പരാതിക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജയറാമിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ വേണം തിരിച്ചു വരാൻ എന്ന് പറയുന്ന തരത്തില് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്നത് ഈ പ്രോമിസിംഗ് ഡയറക്ടർ ആൻഡ് റൈറ്ററിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗംഭീര അഞ്ചാം പാതിര വൈബിൽ വരുന്നൊരു സിനിമ വരാനായിട്ട് പോകുന്നുണ്ട്. അഞ്ചാം പാതിരയാണോ അത് അതുക്കും മേലെയാണോ എന്നൊരു കാര്യം അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാൻ വരുന്നുണ്ട്, സിനിമയുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ ട്രെയിലറിന്റെ ഇംപ്രഷനിലും ഇതുവരെ കേട്ടേക്കുന്ന റൂമേഴ്സിന്റെ അടിസ്ഥാനത്തിലും ഈ സിനിമയിൽ വരാൻ പോകുന്ന ക്യാമിയോന്റെ എൻട്രിയിലും ഞാൻ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നൊരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ഓസ്ലർ ഒരു വെറൈറ്റി പേരല്ലേ? ഓസ്ലർ എന്ന് പറയുന്ന പേര് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് എന്ന് പറയുന്നത് എബ്രഹാം ഓസ്ലർ എന്നാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പേരാണ്. എന്താണെങ്കിലും എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത് ഇദ്ദേഹം ആരാണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തമിഴിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഷർട്ടാണ്, നോർമൽ ഷർട്ടാണ് ഇട്ടേക്കുന്നത്, യൂണിഫോം മറ്റും ധരിച്ചിട്ടില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ്. 2 സ്റ്റാർ ആ ഒരു പോലീസ് ഓഫീസറുടെ റാങ്കിൽ നമുക്ക് കാണാൻ വരുന്നുണ്ട്. അതായത് ഒരു SI ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. സോ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ഓഫീസർ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന 2 പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കാം ഈ 2 സൈഡിൽ നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. എനിവേസ് നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ട്രെയിലർ എന്നുള്ളൊരു കാര്യം കണ്ടുനോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ കാണുന്ന ഒരു ജയിലാണ്. സോ എല്ലാ പ്രാവശ്യവും ഇവർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കണ്ട കേട്ടോ. എനിക്ക് ഈ സീൻ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നത് അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയാണ്. നമുക്കറിയാം ഈ സിനിമയുടെ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് അഞ്ചാം പാതിര തന്നെയാണ്. അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ഗംഭീര ത്രില്ലർ സിനിമ തന്നെയാണല്ലേ. അതിനകത്ത് നമ്മുടെ ഇന്ദ്രൻ സൈഡ് എന്ന് പറയുന്നത് ഒരു പക്കാ ക്രിമിനൽ ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ്. ഐ മീൻ കുറേ അധികം ആൾക്കാരെ കൊന്നേക്കുന്ന ഒരു റിപ്പർ ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് കുഞ്ചാക്കോബൻ എന്ന് പറയുന്ന ക്രിമിനോളജിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു കോൺവെർസേഷൻ നടത്തുന്ന ഒരു ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സീൻ നമുക്ക് ആ സിനിമയിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പക്ഷേ ക്രിമിനോളജിസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ACP ആവാനായിട്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആവാനായിട്ടുള്ള ചാൻസ് ആണ് നമുക്ക് തോന്നുന്നത്. തൊട്ടിപ്പുറത്തേക്കുന്ന അർജുൻ അശോകന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപാടധികം കൊലപാതകങ്ങൾ ചെയ്തേക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഫേസിൽ നിന്നും ആ ഒരു ഡയലോഗിൽ നിന്നും ഇനി പുറത്തോട്ടേക്ക് ഒരു ജീവിതമില്ല എന്ന് പറയുന്ന എല്ലാ ഹോപ്പും ഇട്ടേക്കുന്ന ഒരു കഥാപാത്രത്തിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. സോ ജാമ്യം പോലും കിട്ടാത്ത അത്രയും വലിയൊരു കേസിലാണ് ഇദ്ദേഹം ചെന്ന് പെട്ടേക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. ഫ്രം ദ മേക്കേഴ്സ് ഓഫ് അഞ്ചാം പാതിര ധാരാളം ഈ ഒരു പേര് തന്നെ കേട്ടാൽ മതി. ഈ ഒരു സിനിമ ത്രില്ലർ സിനിമ ആവുന്ന സമയത്ത് കാണാനായിട്ട് ഈ ഒറ്റ പേര് മാത്രം മതി. കാരണം അത്രയും ഗംഭീരമായിരുന്നു അഞ്ചാം പാതിര എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആംബുലൻസ് വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. എനിക്ക് ഈ ആംബുലൻസിന്റെ ഈ സീൻ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ ലാസ്റ്റ് ദിവസങ്ങളിൽ കണ്ടായിരുന്ന ഒരു സിനിമ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഒരു വെബ് സീരീസ് ആണ്, നെറ്റ്ഫ്ലിക്സിൽ വന്നേക്കുന്ന സൈനൈഡ് ജോളി കറിയൻ സൈനൈഡ് എന്ന് പറയുന്ന ഒരു സീരീസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതിനകത്തുള്ള ഷോട്ട് പോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ PP കിറ്റ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. PP കിറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇവിടെ ഈ കൊറോണയൊക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത്. പറഞ്ഞ പോലെ കൊറോണ തന്നെയാണോ എന്നുള്ളൊരു കാര്യം അറിയില്ല. കാരണം കുറേ അധികം ആൾക്കാർ ഇങ്ങനെ തളർന്നു വീഴുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. സോ നമ്മുടെ ഈ കഥാപാത്രം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പേഷ്യൻ്റ് ആണ്. ലൈക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇൻസോമാനിയ എന്നാണ് അതിന് പറയുന്നത്. ഇൻസോമാനിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ്. അതായത് ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഡിപ്രഷൻ മറ്റൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു അവസ്ഥയിലോട്ട് ഇത് എത്തിച്ചേരാം. ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള കാണാൻ വരുന്നത്. ഐ മീൻ ഫാമിലിയിൽ ആരും ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ വരുന്നത്. സോ ഒരു പക്ഷേ ഫാമിലി ഇയാൾക്ക് നഷ്ടമായതാണോ, ലൈക്ക് മെമ്മറീസിലൊക്കെ പോലെ ഫാമിലി നഷ്ടപ്പെട്ടേക്കുന്ന ഒരു കഥാപാത്രമാണോ ഇതേ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. ഓക്കെ, ഇനിയാണ് ഈ കഥയുടെ പാറ്റേൺ അങ്ങ് മാറാൻ പോകുന്നത്. നമുക്കറിയാം അഞ്ചാം പാതിരയുടെ ഒരു മേക്കേഴ്സിന്റെ അടുത്ത് സിനിമ വരുന്നു പറയുന്ന സമയത്ത് ആ ഒരു ലെവൽ പടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ കുറേ അധികം ആൾക്കാർ മരിച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. മരിച്ചേക്കെന്ന് പറയുന്ന സമയത്ത് കൊല്ലപ്പെട്ടേക്കുന്നതായിട്ട് കാണാൻ വരുന്നത്.
ഈ കൊലപാതകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പൽ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഇവരൊക്കെ മരണപ്പെട്ടേക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. സ്കാൽപ്പൽ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, ലൈക്ക് മുറിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ശരീരമൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ചുകൊണ്ടാണ് ഇവിടെ കുറേ അധികം ആൾക്കാരെ കൊന്നേക്കുന്നതായിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ഒരു സൈക്കോ ആണെന്ന് ഉറപ്പിക്കാം. സോ ഒരു സൈക്കോ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പല ആൾക്കാരെ പേടിപ്പിക്കുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നിടത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹമാണ് ഇവിടെ കൊന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ മോട്ടീവ് എന്തായിരുന്നു, ലൈക്ക് അഞ്ചാം പാതിരയിലെ പോലെ എന്ത് മോട്ടീവ് ആണെന്നുള്ളതാണ് ഈ മിഥുൻ മാനുവൽ തോമസിന്റെ എല്ലാ സിനിമകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ മോട്ടീവ് തന്നെയാണ് നമുക്ക് ഈ സിനിമയിലുള്ള ഏറ്റവും വലിയ സർപ്രൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ജഗദീഷ് ചേട്ടനുണ്ട് ഈ സിനിമയിൽ. ഓക്കെ, സോ ഈ ഒരു സിനിമയ്ക്കകത്തൊരു സൈക്കോ കില്ലർ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് ആര്, അത് എന്ത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സസ്പെൻസ് എന്ന് പറയുന്നത്. അഞ്ചാം പാതിര സിനിമയുടെ അവസാന ഭാഗത്ത് ഇയാളാണോ ഇതിനകത്ത് ഒരു അഞ്ചാം പാതിര സിനിമയുടെ ഏറ്റവും വലിയ ത്രില്ലിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ആ കില്ലറിനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. സിനിമയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാമിയോ ഉണ്ടെന്നുള്ളൊരു കാര്യം ഇതിന്റെ ഏറ്റവും വലിയ സർപ്രൈസിംഗ് എലമെന്റ് ആണ്. മമ്മൂക്കയുടെ ഒരു ക്യാമിയോ സിനിമയ്ക്കകത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. സോ എന്തായിരിക്കും ഇതിനകത്ത് ആ ഒരു സർപ്രൈസ് എന്നുള്ളൊരു കാര്യം? മേ ബി ഇതിനകത്ത് വരുന്ന കില്ലർ ആയിരിക്കുമോ നമ്മുടെ മമ്മൂക്കയുടെ കഥാപാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്ക എന്ന് പറയുന്നത് ഏത് ഷെയ്ഡ് ഓഫ് കഥാപാത്രങ്ങൾ എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരാളാണ്. കാരണം ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വില്ലനസം കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടറിയാം. സോ നമ്മുടെ ഈ കില്ലർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡോക്ടറാണെന്നുള്ളൊരു കാര്യം, മെഡിക്കൽ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരാളാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം സ്കാൽപ്പ് ഉണ്ട്. സ്കാൽപ്പ് മാത്രമല്ല, ഇവിടെയുള്ള ഒരുപാട് ഷോട്ടുകൾ കാണിക്കുന്നതും ഈ ഹോസ്പിറ്റൽ സീനുകൾ തന്നെയാണ്. സോ ഒരു പക്കാ മെഡിക്കൽ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓസ്ലർ നേരംപോക്ക് പ്രസൻസ് ഓസ്ലർ, അബ്രഹാം ഓസ്ലർ, ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്, പ്രൊഡ്യൂസ് ബൈ ഇർഷാദ് എം ഹസൻ, മിഥുൻ മാനുവൽ തോമസ്. ഓക്കെ, പുള്ളി തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും. DOP ചെയ്തേക്കുന്നത് തേനി ഈശ്വർ. സോ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന സിനിമ ഫീനിക്സ് പോലെയുള്ള ഒരുപാട് നല്ല സിനിമകൾ, ഫീനിക്സ് ഗരുഡൻ പോലെയുള്ള സിനിമകൾ ചെയ്തേക്കുന്ന ഒരു ടീമിൻ്റെ ഒരു റൈറ്റപ്പിൽ വരുന്നൊരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമ കാണാനായിട്ട്. എനിവേസ്, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? നമ്മുടെ സൂപ്പർ സ്റ്റാർ തിരിച്ചു വരുമോ? ആളിങ്ങോട്ടേക്കും പോയിട്ടില്ല, പക്ഷേ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവായിരിക്കും ഒരു സിനിമ എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എനിവേസ്, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എടുത്താണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം പേരിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ നോൺ സ്പെഷ്യൽ സൈനിങ് ഔട്ട്.